കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 PG അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിന്റെ അഡ്മിഷൻ നടപടികൾ നാളെ ജൂലൈ 10-ന് ആരംഭിക്കുകയാണ്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കാം. 1-ാം റാങ്കുള്ള ആളെ ആദ്യം വിളിക്കും, 2-ാം റാങ്കുള്ള ആളെ അടുത്ത വിളിക്കും. ഒട്ടേറെ വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് അവരുടെ റാങ്ക് എനിക്ക് ഷെയർ ചെയ്തുകൊണ്ട് അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനാദ്യം 1-ാം റാങ്ക് കിട്ടിയിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനില്ല. ആ കോളേജിൽ 0 സീറ്റ് വേക്കൻസി ആണെങ്കിൽ നിങ്ങൾക്ക് 1-ാം റാങ്ക് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ കോളേജിലെ സീറ്റ് വേക്കൻസിക്ക് അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ നടക്കുക. ആ സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ 1-ാം റാങ്കുകാരെ വിളിക്കും, അയാളെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ആൾ വിളിക്കും. അങ്ങനെ റാങ്ക് ലിസ്റ്റ് എന്നുള്ളവരെ കോളേജിൽ നിന്ന് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് കോളേജിൽ പോയിട്ട് ഡീറ്റെയിൽ പറ്റുമോ എന്നുള്ളത്. അതും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ആദ്യം എന്നെ ഒരു കോളേജിൽ നിന്ന് വിളിച്ചു, ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തു, എന്നിട്ട് എനിക്ക് പുതിയൊരു കോളേജ് കിട്ടിയാൽ അവിടെയൊക്കെ മാറാമോ? അങ്ങനെ മാറാവുന്നതാണ്. അതിനൊന്നും തടസ്സമില്ല. ഈ വെറ്റി റാങ്ക് ലിസ്റ്റ് എന്നുള്ള അഡ്മിഷൻ 20-ാം തീയതി വരെ തുടരും. PG ആണ്. കുറഞ്ഞ സീറ്റുകളെ ഒഴിവുകൾ ഉണ്ടായിരിക്കുള്ളൂ. അതിലേക്കുള്ള അഡ്മിഷൻ 20-ാം തീയതി വരെ നടക്കും. അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യും. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ ആണ്. അത് ചില വിദ്യാർത്ഥികൾക്കൊക്കെ മാനേജ്മെന്റ് കോട്ടയിലോ മറ്റൊക്കെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളാവും. അവർക്ക് KPID നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ആയിരിക്കും. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് നിന്ന് ഉള്ള വിദ്യാർത്ഥികളെ പരിഗണിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകളെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പരിഗണിക്കുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. കുറേ വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ ക്ഷണിക്കല്ലേ, ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു വട്ടം രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പല കോളേജിലും 100, 150 ഒക്കെ ഉള്ള റാങ്ക് ലിസ്റ്റാണുള്ളത്. 500 ഒക്കെ ഉള്ള റാങ്ക് ലിസ്റ്റുകളുണ്ട്. ആകെ 2 or 3 സീറ്റൊക്കെ പല കോളേജിലും വേക്കൻ്റ് ആയിട്ടുള്ളൂ. ആ സീറ്റിലേക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ അഡ്മിഷൻ നൽകുന്നതാണ്. ഈ റാങ്ക് ലിസ്റ്റിൽ ആളില്ലെങ്കിൽ പിന്നീട് ലേറ്റ് രജിസ്ട്രേഷൻ വഴിയൊക്കെ വരുന്ന ആളുകളെ പരിഗണിക്കാവുന്നതാണ്. അതിനുള്ള മെത്തേഡ് യൂണിവേഴ്സിറ്റി പിന്നീട് അറിയിക്കും. ഓക്കെ, താങ്ക് യു.